തിരുവനന്തപുരത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. തൃശൂർ കാലടിയിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞ് മരിച്ച വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന ദാരുണമായ ഒരു വാർത്ത കൂടി വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും ആലോചിക്കട്ടെ, പൊടി കുഞ്ഞിൻ്റെ മുഖം കണ്ടില്ലേ? കാരണം നമ്മുടെ നാട്ടിൽ പാമ്പുകടിയുടെ എണ്ണം പറയുന്നത് വളരെ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള കണക്കുകളല്ല. പാമ്പുകടി മരണത്തെക്കുറിച്ച് പറയുന്നത് കറക്റ്റായിട്ടുള്ള കണക്കുകളല്ല. തൃശ്ശൂർ കോടാലി എന്ന് പറയുന്ന സ്ഥലത്ത് 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് മൂത്ത കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഇളയ കുട്ടി ഇപ്പോഴും സ്റ്റിൽ വെന്റിലേറ്ററിലാണെന്ന് പറയുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുവാന്നും ഇങ്ങനെ വാർത്തകളിൽ പറയുന്നുണ്ട്. എന്തായാലും ആ വീട്ടിൽ നിന്ന് പിന്നെയും പാമ്പിനെ കണ്ടെടുത്തിരിക്കുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ ഒരു വാർത്ത വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇന്ന് അടുത്തൊരു വാർത്തയും വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു എന്ന്. ഒന്നാമത് കൊടും ചൂടാണ്. ഈ ചൂട് സമയത്താണ് ഈ പാമ്പുകളെല്ലാം വെളിയിൽ വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കിടന്നുറങ്ങുന്ന സമയത്ത് ജനലുകളും വാതിലുകളും ഒക്കെ വൃത്തിയായിട്ട് ക്ലോസ് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ എന്ത് ചെയ്യാനാ അല്ലേ? ഒന്നും ആലോചിച്ചു. ഈ കുട്ടികളൊക്കെ എന്ത് ക്രൂരതകൾ ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മരണപ്പെടുന്നത്. അതും വലിയ ആൾക്കാരോ പ്രായം ചെന്ന ആൾക്കാരോ ഒന്നും അല്ല. മരണമെന്ന് പറയുന്നത് വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും അതൊരു വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാബ സുരേഷിനെ പോലെയുള്ള ആൾക്കാരൊക്കെ, അതായത് ഇതൊരു അതിഥിയാണെന്നും വിരുന്നുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ ഇതിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല ഇതിനെയൊക്കെ പിന്നെയും കെട്ടിയെടുത്ത് വനത്തിലോട്ട് കൊണ്ടുവന്ന് അവിടെ അഴിച്ചു വിടാനല്ല. ഇതിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കൊന്നു കളയുക ഈ പാമ്പിനെയൊക്കെ. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെയും ഇത് പിടിക്കുക, ഇത് പിടിച്ചിട്ട് പിന്നെയും നമ്മൾ ബോക്സിനകത്താക്കി കൊണ്ടുപോവുക, അങ്ങനെ ഒരു സംഭവങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യും തോറും ഇത് നമ്മുടെ നാട്ടിൽ പിന്നെയും ഇത് കൂടി വരത്തേ ഉള്ളൂ. ഇത് കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം പിന്നെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻകൂറായിട്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. എന്തായാലും നമുക്ക് ആദ്യം ഇന്ന് വന്ന വാർത്തയൊന്ന് കാണാം. തിരുവനന്തപുരത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. തൃശൂർ കാലടിയിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞ് മരിച്ച വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന ദാരുണമായ ഒരു വാർത്ത കൂടി വരുന്നു. തിരുവനന്തപുരത്ത് ചിറയൻകീഴാണ് സംഭവം. ദീക്ഷൽ എന്നാണ് കുട്ടിയുടെ പേര്. ദീക്ഷൽ ഉറങ്ങുന്നതിനിടെയാണ് പാമ്പ് കടിച്ചതെന്ന് അറിയുന്നു. വീട്ടിനുള്ളിൽ നിന്നും മൂർഖൻ പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വീട്ടിനകത്തായിരുന്നു പണ്ടൊക്കെ എല്ലാവർക്കും സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഇപ്പം വീട്ടിനകത്ത് പോലും സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് കഴിവതും എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പിള്ളേരെയാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. പിള്ളേരൊക്കെ ഈ പ്രായത്തിലൊക്കെ കളിക്കാനൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോവും. അപ്പം വളരെ രീതിയിൽ കെയർഫുൾ ആയിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കും. എന്നാലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇതൊരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. കാര്യം എല്ലാവരും ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് പകുതി ആൾക്കാരെ അറിയിക്കുക. ഇപ്പോഴും ഈ ഒരു വാർത്ത, ഈ തൃശ്ശൂരെ കേസ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ പേഴ്സണലി നമ്മുടെ നാട്ടിലുള്ള ഒരു കക്ഷിയുടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അവരാരും ഈ ഒരു വാർത്ത പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മാക്സിമം നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. കഴിവതും ഈ വാർത്തകൾ എല്ലാവരുടെ ഇടയിലോട്ട് എത്തിക്കുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ പിന്നെയും കൂടി തന്നെ വരും. തൃശൂർ കോടാലിയിൽ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് ഈ വാർത്ത ഇപ്പോൾ വരുന്നത്. സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന സജു, എപ്പോഴായിരുന്നു ഈ സംഭവം? കിടക്കയിൽ നിന്ന് തന്നെയാണോ കുഞ്ഞു ദീക്ഷലിനും കടിയേറ്റത്? അരുൺ, കിടക്കയിൽ നിന്ന് തന്നെയാണ് ഈ കുഞ്ഞു ദീക്ഷലിനും കടിയേറ്റിരിക്കുന്നത് എന്നുള്ള പ്രാഥമികമായ വിവരം തന്നെയാണ് നമുക്കിപ്പോൾ അവരുടെ ബന്ധുക്കളിൽ നിന്നും അടുത്ത വീട്ടിലുള്ള ആളുകളിൽ നിന്നുമൊക്കെ തന്നെയും മനസ്സിലാകുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ ഈ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, പാമ്പിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് റിയാക്ട് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ അത് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇതിനൊക്കെ കടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊക്കെ കടിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. പിന്നെ ഈ പാമ്പിനെ എടുത്ത് വെച്ചിട്ട് കയ്യിൽ കുറേ പേര് അഭ്യാസങ്ങൾ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് വാവ സുരേഷ് അങ്ങനെ കാണിക്കാറില്ലെങ്കിലും വാവ സുരേഷ് ഇത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളി എടുത്ത് റിക്വസ്റ്റ് ചെയ്യും ആൾക്കാർ ഒന്ന് തുറന്ന് കാണിക്കുകയോ എടുക്കുമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു ഗുണമേ കാണിക്കത്തുള്ളൂ. ഇതൊക്കെ എടുത്ത് എത്ര പുറത്ത് കാണിച്ചാലും താലോലിച്ച് കഴിഞ്ഞാലും ഇതൊക്കെ കടിക്കേണ്ട സാധനങ്ങൾ കടിച്ചിരിക്കും.
അതുകൊണ്ട് ഇതിന് വെള്ളം കൊടുക്കുന്ന ഏർപ്പാട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങ് ദൈവത്തെ ഓർത്ത് അങ്ങ് നിർത്തുക. ഇനിയെങ്കിലും ഒരുപാട് പേരുടെ ജീവനാണ് ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് ഉണർന്നെണീറ്റ് എന്റെ കാലിൽ എന്തോ കടിച്ചു എന്ന മാതാപിതാക്കളോട് പറയുകയാണ് ചെയ്തത്. പിന്നാലെ തന്നെ അവർ ഉടനെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയത്. പക്ഷേ അതിനുശേഷമാണ് ഈ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂർഖൻ പാമ്പ് കടിച്ചു തന്നെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ദാരുണമായ സംഭവത്തിന്റെ ആ ഒരു മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. അതിന് പിന്നാലെയാണ് മറ്റൊരു 8 വയസ്സുകാരൻ കൂടി ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം കടിയേറ്റ കാര്യം കുഞ്ഞ് തന്നെയാണ്. കാലിൽ എന്തോ കടിച്ചു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ്. അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിക്ക് തന്നെ അത് മനസ്സിലായിട്ട് അമ്മയടുത്ത് പറയുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും ആലോചിക്കട്ടെ, കൂടി കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടില്ലേ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കണം, ചില വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇതിനെയൊക്കെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഇതിനൊക്കെയുള്ള ആൾക്കാരെ നിയമിക്കുക. ആ ബാബാ സുരേഷിനൊക്കെ സത്യം പറഞ്ഞ ഒരു ഗവൺമെൻറ് ജോലി അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആ പുള്ളി പാമ്പിനെ പിടിച്ച കണക്ക് വേറെ ആരും ഈ ലോകത്ത് പാമ്പിനെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള സാധനങ്ങളെയൊക്കെ കൊന്നുകളയുക. ഇതിനെയൊക്കെ വളർത്താതെ സ്പോട്ടിൽ തന്നെ കൊല്ലുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ ചെയ്യുക. ഈ പറയുന്ന തെരുവ് നായയുടെ കേസ്, തെരുവ് നായ കാരണം എത്രയോ കുട്ടികൾക്ക് കടിയേറ്റിട്ടുണ്ടെന്നറിയോ? എല്ലാവരും പറയുന്നത് തെരുവ് നായ സംരക്ഷിക്കണം, എടുക്കണം. ഒരു തെറ്റും ചെയ്യാത്ത പൊടിക്കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഓടിച്ചിട്ട് കടിക്കുക. എന്നിട്ടാണ് അതിനെയൊക്കെ സംരക്ഷിക്കണം, അതിനൊക്കെ ആഹാരം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേറെ കുറേ എണ്ണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. അപ്പം കുഞ്ഞ് തന്നെയാണ് 4 മണിയായപ്പോൾ ഇവരെ വിളിച്ച് തന്റെ കാലിൽ എന്തോ കടിച്ചു എന്നുള്ള കാര്യം മാതാപിതാക്കളോട് പറയുന്നത്. ഉടൻ തന്നെ അവർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ പാമ്പ് കടി ഏറ്റതാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഉടൻ തന്നെ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ 8 വയസ്സുകാരനായ ദിക്ഷലിനെ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ദാരുണമായ വിവരം തന്നെയാണ്. പണ്ടൊക്കെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് കൈ പ്രോപ്പറായിട്ട് കെട്ടിവെക്കുക. അതായത് കടിയേറ്റ ഭാഗത്തു നിന്ന് ഒരു ശകലം അങ്ങോട്ട് വിട്ടിട്ട് കയ്യിൽ പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് നിങ്ങൾ തുണി വല്ലതും വെച്ചിട്ട് കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പിന്നെ ചില ഹോസ്പിറ്റലുകളൊക്കെ ഇപ്പോൾ ഈ കടിച്ച പാമ്പ് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മെഡിസിൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ട് തൊട്ടേ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. അതായത് പല ആൾക്കാരും പറഞ്ഞ്, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം ഇനി അങ്ങോട്ട് എന്ത് വേണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും ഇന്നലത്തെ വാർത്ത ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. അതായത് ആ മരിച്ചുപോയ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പിന്നെയും പാമ്പിനെ കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പുകടിയേറ്റ വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ശംഖുവരൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. പാമ്പിനെ തല്ലിക്കൊല്ലുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്നും ചേരുകയാണ്. ശ്രീജിത്ത്, ഗുരുതര പരിക്കേറ്റ കുഞ്ഞിനെ ഇന്നാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. ഇത്രയും സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ നടന്നു. ആ പരിസരം മുഴുവനും തപ്പി, എന്നിട്ട് പോലും ഒരു പാമ്പിനെയും കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിനുള്ളിൽ തന്നെ എവിടെയോ കയറി ഒളിച്ചിരിക്കുവാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാതെ ആ വീട്ടുകാരെ ഒരിക്കലും അങ്ങോട്ട് താമസം മാറ്റരുത്. കഴിവതും അവരെ ആ വീട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റുന്നതായിരിക്കും വളരെ വൃത്തി. ഇന്നലെ ഈ മരിച്ചുപോയ പയ്യൻ്റെ അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാവാ സുരേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വാവാ സുരേഷ് പറയുന്നുണ്ട്. ആ ദിവസം തന്നെ വീണ്ടും അതേ കിടപ്പുമുറിയിൽ ഒരു പാമ്പിനെ കൂടി കണ്ടെത്തി എന്നുള്ള വാർത്ത അത് ആശങ്കാജനകമാണ്. തീർച്ചയായും അസിത, അതൊരു ആശങ്കാജനകമായ വാർത്ത തന്നെയാണ്. വീണ്ടും കോടാലി വെള്ളിക്കുളങ്ങരയിലെ ആ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഈ പറയുന്ന സിൽജോ അതുപോലെ തന്നെ ജോൺസി ദമ്പതികളുടെ മകൻ ആൽജോ ആയിരുന്നു പാമ്പ് കടിയിട്ട് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഈ ആൽജോയുടെ സഹോദരൻ അനോഷ് 10 വയസ്സുകാരൻ ഇന്നാണ് വെന്റിലേറ്ററിൽ നിന്ന് ആ കുട്ടിയെ മാറ്റിയത്. കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ആ വീട്ടിനുള്ളിൽ തന്നെ പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ തന്നെയാണ് ആ പാമ്പിനെ വീടിനുള്ളിൽ ഉണ്ട് എന്ന് അറിയിച്ചത്. ഇതിന് വ്യക്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അവരുടെ ജീവന് വീണ്ടും ആപത്ത് തന്നെയായിരിക്കും. ഇതിപ്പം കുറച്ച് ദിവസത്തേക്ക് മാത്രം വാർത്തയിൽ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രം ആ പരിസരത്ത് വന്ന് ഇതൊക്കെ ഒന്ന് തിരക്കുന്ന മാത്രമൊന്നുമല്ല. ഇത് അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഈ പറയുന്ന ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതോറിറ്റീസ് ആയാലും ഗവൺമെൻറ് ആയാലും കാണിക്കുക എന്ന് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. കൊച്ചുങ്ങളെ നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വേദന എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
ശേഷം നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഏതാണ്ട് കുട്ടിയെ കടിച്ച അതേ ഇനത്തിൽപ്പെട്ട പാമ്പ് തന്നെയാണ്, ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ട അതേ ഇനത്തിൽപ്പെട്ട പാമ്പ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം മുഴുവൻ തീയിട്ട് നശിപ്പിച്ച് പാമ്പുകളെ ആ മേഖലയിൽ നിന്ന് തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇത് ഒരുപക്ഷെ ഗ്രൗണ്ടിലെ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കാം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വീടിനുള്ളിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഈ ഒരു വാർത്ത വന്ന സമയത്താണ് പല ആൾക്കാരും അവരുടെ വീട്ടിൻ്റെ ചുറ്റുപാടുകളും കിടന്നുറങ്ങുമ്പോഴത്തേക്ക് കട്ടിലിൻ്റെ അടിയിലും എല്ലാം പരിശോധിക്കാൻ തുടങ്ങിയത്. കാര്യം ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ചെയ്യും, പേടിച്ചു പോകും. കാര്യം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ആ മേഖലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ മേഖല പൂർണ്ണമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയും ഏതെങ്കിലും തരത്തിൽ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ മറ്റു ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഈ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പ് തന്നെയാണ് കടിച്ചത്. ജൂബിലി മിഷൻ നാലേക്ക് തൃശ്ശൂർ തന്നെ പിന്നെയും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത് എത്രാമത്തെ കുട്ടികളുടെ വിഷയമാണ് ഇത് വരുന്നത്? ഇതൊന്നും രണ്ടുമല്ല, ഇത് കൂടി വരുവാണ്. ഇത് നമ്മുടെ കേരളത്തിൽ ചൂട് കൂടും തോറും ഇതെല്ലാം ഇനി വെളിയിൽ ചാടും. ഇത് തണുപ്പ് കിട്ടി, ഇത് തണുപ്പിന് വേണ്ടിയിട്ട് ഇത് വെളിയിൽ ഇങ്ങനെ കിടന്ന് അലയുന്ന സമയത്ത് എവിടെയെങ്കിലും കയറി ചുരുണ്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ല? അങ്ങനെയാണ് ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നതിനകത്തൊരു നിവൃത്തിയുള്ളൂ. അല്ല, അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമ്മളൊക്കെ നാളെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ആശുപത്രിയിലാണുള്ളത്. പക്ഷെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനായി, കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ആ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസിത. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ കോടാലിയിൽ. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ഒരു വാർത്ത. ഇന്ന് രാവിലെ ബിഗ് ടിവിക്കകത്ത് വാവ സുരേഷിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. വാവ സുരേഷ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പല ആൾക്കാരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒരു അവയർനെസ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വേനൽക്കാലമാണ്, പറമ്പിലൂടെ നടക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. എല്ലായിടത്തും ചൂട് കൂടി, അതുകൊണ്ട് കടുവ മാത്രമല്ല ഇറങ്ങി വരുന്നത്, തണുപ്പ് തേടി പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്കും പരിസരത്തേക്കുമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് 19 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. വിറകുപുര, കാലിത്തൊഴുത്ത്, കോഴിക്കോട്, വീടിനോട് ചേർന്ന് പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലം. ഈ വീട്ടിൻ്റെ അടിയിൽ ഈ കുറേ സാധനങ്ങൾ നമ്മൾ അടുക്കി വെക്കുമല്ലോ, അതേപോലെ തന്നെ ഈ നമ്മുടെ കിച്ചണിലും കുറേ ഈ അനാവശ്യമായിട്ടുള്ള കുറേ പാത്രങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വെക്കാതിരിക്കുക. കഴിവതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ വിറക് പുരയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ വിറകുകൾ അടുക്കി വെക്കുന്ന കാര്യത്തിലും ഈ സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. കാര്യം വിറകെടുക്കുന്ന സമയത്തായിരിക്കും ഇതിനെയൊക്കെ അതിൻ്റെ ഇടയിൽ കാണുന്നത്. ഒപ്പം നമ്മുടെ മേൽക്കൂരയിൽ വിള്ളലുണ്ടെങ്കിൽ അത്, ചെരുപ്പ് സൂക്ഷിക്കുന്ന പ്രത്യേക ബോക്സുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ, വാട്ടർ മീറ്ററിന്റെ ബോക്സ്, കാറിന്റെ ബോണറ്റ്, ഹെൽമെറ്റ്, ഇവിടെയൊക്കെ പാമ്പ് കയറിയിരിക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് കരുതലോടെ മുന്നോട്ട് പോകണം. വെറുതെ കടിയേൽക്കണ്ടല്ലോ. അപ്പോൾ മുൻകരുതലുകൾ എങ്ങനെ വേണം, അതേക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം വാവ സുരേഷ് തത്സമയം ചേരുകയാണ്. സുപ്രഭാതം ശ്രീ വാവ സുരേഷ്. നമസ്കാരം. സുപ്രഭാതം. നമ്മൾ അന്ന് കരടിയെ പിടിച്ചതിന് ശേഷം പിന്നീട് ഇന്നാണ് വീണ്ടും കാണുന്നത്. നമസ്കാരം. അതെ കരടിയെ പിടിച്ചതിന്. അതെ. നമ്മളിപ്പോൾ പാമ്പുകൾ കൂടുതലായി ഇറങ്ങി വരികയാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശംഖുവരയൻ പാമ്പ് വഴി ഉണ്ടായ അപകടത്തെക്കുറിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു അവബോധം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പാമ്പുകൾ എല്ലായിടത്തും ഉണ്ടാകാം, എന്നാലും ഈ വന്ന് പാമ്പ് കയറിയിരിക്കുന്ന ഒരു സമയം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണ് പ്രാഥമികമായി പറയാൻ കഴിയുക? ഏറ്റവും നല്ല ഒരു എന്താ പറയുക നല്ല ചിന്താഗതിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ പാമ്പുകടിയുടെ എണ്ണം പറയുന്നത് വളരെ എന്താ പറയുക കറക്റ്റായിട്ടുള്ള കണക്കുകളല്ല. പാമ്പുകടി മരണത്തെക്കുറിച്ച് പറയുന്നത് കറക്റ്റായിട്ടുള്ള കണക്കുകളല്ല. ഈ വാവ സുരേഷിൻ്റെ ഇത്തരത്തിലൊക്കെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി വരുന്നത് വളരെ നന്നായിരിക്കും. കുറച്ചും കൂടിയൊക്കെ അവയർനെസ് നാട്ടുകാരുടെ ഇടയിലോട്ട് കൊടുക്കാൻ പറ്റും. കാര്യം അതുകൊണ്ട് തന്നെ ഈ വാവ സുരേഷിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണൽ റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതിനകത്ത് വീഡിയോസുകൾ കണ്ടിന്യൂസ്ലി പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ആ വാവ സുരേഷിൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കുക. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ പറയുന്ന ഇവരെ പോലെയുള്ള എക്സ്പേർട്സൊക്കെ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു നിവൃത്തി ഇതിനകത്തില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും.
കാര്യം കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ബോണറ്റിനകത്തൊക്കെ കയറി വന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. കാര്യം ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളൊരു നിവൃത്തി മാത്രമേ നമ്മുടെയൊക്കെ മുന്നിലുള്ളൂ. മറ്റ് വന്യജീവികളൊക്കെ പുറത്തേക്ക് വരാം. പക്ഷേ പാമ്പിൻ്റെ അപകടത്തിലാണ് കൂടുതൽ ആൾക്കാർക്കും, പാമ്പിൻ്റെ ദംശനത്തിലാണ് കൂടുതൽ ആൾക്കാർക്ക് അപകടം ഉണ്ടാവുന്നതും മരണത്തിലേക്ക് പോകുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര മൃഗസ്നേഹികളും ഭയങ്കര പക്ഷി സ്നേഹികളും ഭയങ്കര എന്താ പറയുക കാക്ക സ്നേഹികളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവരൊക്കെ ഈ ജീവികൾക്കൊക്കെ കുടിക്കാനായിട്ട് വെള്ളം പാത്രത്തിൽ താഴെ വെക്കുന്നത് നിർബന്ധമായിട്ട് അത് നമ്മൾ ആ വീട്ടുകാർ ആ ചെയ്യുന്നവരത് ഒഴിവാക്കണം. കാരണം പാമ്പുകൾ ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയമാണ്. അണലി പ്രസവിച്ച് അതിനുശേഷം തള്ള അണലികൾ ഭക്ഷണം തേടി പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഈ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക, പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കുക, അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും പാമ്പ് വരിക തന്നെ ചെയ്യും. പിന്നെ അതേപോലെ ഈ പാത്രങ്ങൾ അടുക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പല്ലികൾ വരിക, പല്ലിയെ പിടിക്കാനായിട്ട് ഇതുപോലെ പാമ്പ് വരിക. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ ദുഃഖിക്കേണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവർക്ക് വെള്ളം അനിവാര്യമാണ്. അപ്പോൾ വെള്ളമുള്ള സ്ഥലത്ത്, ഇപ്പോൾ വീട്ടിൻ്റെ പരിസരത്ത്, വീട്ടിൻ്റെ പുറകിൽ അടുക്കള കിച്ചണിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് പിടിച്ച് അടുത്ത പറമ്പിലേക്ക് കളയണം. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വെള്ളം കുഴിയിലല്ല പോകുന്നത്, അടുത്ത തെങ്ങിൻ്റെ മൂട്ടിലോട്ടോ വല്ലതാണ് വിട്ടിരിക്കുന്നില്ല, അത് നിർബന്ധമായിട്ട് അത് ഒഴിവാക്കണം. പിന്നെ വീടിനകത്തേക്ക് ഇപ്പോൾ ഇന്നലെ നമ്മുടെ അൽജോയുടെ പപ്പ ഇന്നലെ രാത്രി ഒരു 9 മണിയോട് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും അദ്ദേഹം മൂത്ത മകൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് വിളി വന്നത്. വീണ്ടും അവിടെ പാമ്പിനെ കണ്ടു എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കുക. ഇപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക നമ്മുടെ ഈ പക്ഷികൾക്ക് വെള്ളം വെക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക. താമര വളർത്തുന്ന ആൾക്കാർ ചെറിയ ചരുവത്തിലും ബക്കറ്റിലും ഒക്കെ താമര വെക്കുന്ന ഒരു വിനോദമുണ്ട് വീട്ടിൻ്റെ മുറ്റത്ത്. അത് നിർബന്ധമായിട്ട് ഹൈറ്റ് ചെയ്ത് ഒരു 5 അടിയെങ്കിലും ഹൈറ്റ് ചെയ്ത് വല്ല സ്റ്റാൻഡിൽ വെക്കാൻ ശ്രമിക്കണം. അതുപോലെ ഫിഷ് ടാങ്കുകൾ, പല സ്ഥലത്തും ഫിഷ് ടാങ്കുകൾ തറയിൽ കുഴിയുണ്ടാക്കിയിട്ട് തറയുടെ മട്ടമാണ് ചില സ്ഥലത്ത് ഫിഷ് ടാങ്ക് വെച്ചിരിക്കുന്നത്. അത് വെള്ളം കിടക്കുന്നതുകൊണ്ട് പാമ്പുകൾക്ക് വെള്ളം ചൂട് കൂടുമ്പോൾ അനിവാര്യമാണ്. അപ്പോൾ ഇവയൊക്കെ ഇവിടെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പല സ്ഥലത്തും വീടുകളിൽ കാണുന്നത് ഫുഡിൻ്റെ വേസ്റ്റ് ഏതെങ്കിലും ഒരു മൂലക്കിടുക. ആ മൂലക്കിടുന്ന സമയത്ത് അടുത്ത പറമ്പിൽ നിന്ന് എലി ഫുഡ് തേടി വരികയും ആ എലിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് പാമ്പുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരികയും ആ എലിയെ പിടിച്ചതിന് ശേഷം ആ എലിമാളത്തിൽ സ്റ്റേ ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ അണലിയുടെ പ്രസവം. ശരിക്കും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാബ സുരേഷ് ഇവിടെ പറഞ്ഞത്. അപ്പം ഈ വീടിൻ്റെ പരിസരം മാക്സിമം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വേസ്റ്റുകളൊന്നും കൊണ്ടുവന്ന് തള്ളാതിരിക്കുക. തള്ളുന്ന സമയത്ത് ഇതുപോലെ എലിയും കാര്യങ്ങളൊക്കെ വന്ന് ആഹാരം കഴിച്ചാൽ അതിൻ്റെ മണം പിടിച്ച് ഈ പാമ്പുകൾ വെളിച്ചാടും. എന്തായാലും ഇതൊരു വല്ലാത്തൊരു സത്യം പറഞ്ഞ ഒരു ശല്യമായി മാറിയിരിക്കുകയാണ് അല്ലേ. എത്ര പേരുടെ ജീവനാണ് ഇത് എടുക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് സംസാരിക്കാനായിട്ട്. അല്ല ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. ആ പിള്ളേരുടെ ജീവൻ നഷ്ടപ്പെട്ട് അത് നഷ്ടങ്ങൾ എപ്പോഴും അവരുടെ വീട്ടുകാർക്ക് മാത്രമായിരിക്കും. നമ്മളൊക്കെ ഇതൊരു വീഡിയോ ചെയ്ത് നമ്മളിതിനെപ്പറ്റി 2 വാക്ക് സംസാരിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ അവരുടെയൊക്കെ ജീവിത അവസാനം വരെയും അവർ സങ്കടപ്പെടുന്നത് ആ മക്കളെ ആലോചിച്ചിട്ടായിരിക്കും. ആ വീട്ടുകാർ വിഷമം എപ്പോഴും അവർക്കാണ്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.